അല്ലെങ്കിൽ മധ്യസ്ഥ രോഗമെന്ന സങ്കല്പം. നമുക്കറിയാം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 2009 ഓഗസ്റ്റ് 15 ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ മീറ്റിംഗ് റൂമിൽ നിന്നാണ് അതിശക്തമായ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഷെയറിങ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, അതിൻ്റെ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അന്നത്തെ അവിടെ ഇരുന്ന പഴമക്കാർ പറഞ്ഞ ഒരു കാര്യം, മദ്യാസക്തി ഒരു രോഗമാണ്. 100 പേര് ഏൽ വരുമ്പോൾ ഒരു 20 ആളുകൾ ഈ രോഗത്തിന് അടിമപ്പെടുന്നു. ബാക്കി 80 ആളുകൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ്, അല്ലെങ്കിൽ സാമൂഹിക പരമായിട്ട് കുടിക്കുന്ന, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി കുടിക്കുന്ന ആളുകളായി മാറുന്നു. ഗ്രാജുവലി അവരിൽ പലരും പിന്നീട് ഈ 20% എത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത്ഭുതം തോന്നുന്ന ഒരു മനസ്സോടെയാണ് ആ ഷെയറിംഗ് എല്ലാം കേട്ടിരുന്നത്. കാരണം ഒരു നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ആദ്യത്തെ അറിവായിരുന്നു, അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന അവരെന്തെങ്കിലും എനിക്ക് കൗൺസിൽ ചെയ്യുകയോ കൗൺസിലിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് തരുകയോ ഒക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാലാണ് അവിടെ ചെല്ലുന്നത്. പിന്നീട് എൻ്റെ ചിന്തകൾ, മദ്യാസക്തി ഒരു രോഗമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മദ്യാസക്ത രോഗം ഷുബു എന്ന് പറയുന്ന എനിക്ക് ഉണ്ടോ? അത് പരിശോധിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് ഉള്ള യാത്രയിലെല്ലാം ചെറിയ ചെറിയ ഷെയറിങ്ങുകളും വലിയ വലിയ ഷെയറിങ്ങുകളും സ്പീക്കർ മീറ്റിങ്ങുകളും ഡിസ്കഷൻ മീറ്റിങ്ങുകളും ഒക്കെ കേട്ടുകയും, എല്ലാത്തിനും ഉപരിയായി ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, കാരണം നമ്മളത് പഠിക്കേണ്ട ബുക്കാണ്, വായിക്കേണ്ട ബുക്കല്ല. എന്നോട് എൻ്റെ പഴമക്കാർ പറഞ്ഞു, ഡോണ്ട് റീഡ് ഇറ്റ്, സ്റ്റഡി ഇറ്റ്. വായിച്ചു പോകരുത്, പഠിച്ചു പോകുക എന്ന്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിനെ പറ്റി പറയുന്നത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വ്യത്യസ്തമായ അർത്ഥങ്ങളെ പ്രസവിക്കുന്ന ബുക്ക് എന്നാണ്. നമ്മൾ ഇന്ന് വായിച്ച പോലെ ആയിരിക്കില്ല നാളെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ. നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ആ ബുക്കിലൂടെ സഞ്ചരിച്ചപ്പോഴും എനിക്ക് ഈ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം, പ്രത്യേകിച്ച് ഡോക്ടറുടെ അഭിപ്രായം, ബില്ലിൻ്റെ കഥയൊക്കെ വായിക്കുന്ന ഭാഗങ്ങളിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആൽക്കഹോൾ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോളിസം, ഇതിനെപ്പറ്റിയൊക്കെ ആദ്യമേ ഒന്ന് ചിന്തിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിന്തകളെല്ലാം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിൻ്റെ ഒരു ആദ്യ ഭാഗം എന്ന 2 ഭാഗങ്ങളായിട്ട് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് എനിക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് 2ാം ഭാഗം സംസാരിക്കാമെന്നാണ്, അല്ലെങ്കിൽ ചിന്തിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ഏതായാലും എവിടെ നിന്നാണ് ആൽക്കഹോൾ എന്ന വാക്ക് വന്നത്? ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ വേർഡ് ശരിക്കും ഒറിജിനലായിട്ട് കടന്നു വന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതൊരു അറബിക് വാക്കാണ്. അവര് ആൽക്കഹോൾ, ആൽക്കുഹൽ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന അവര് അറബിക് വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുക. സയൻസിൽ AL എന്നല്ലെങ്കിൽ അൽ എന്ന് തുടങ്ങുന്ന എന്തായാലും ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ AL ആണല്ലോ തുടങ്ങുന്നത്. അപ്പം സയൻസ് വെച്ച് നോക്കുമ്പോൾ ആൽ എന്ന് തുടങ്ങുന്ന ഏത് വാക്കിൻ്റെയും അർത്ഥം ദ കോസ് ഓഫ് ഓൾ ലൈഫ് പ്രോബ്ലം എന്നാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അതിനെയാണ് ഈ AL എന്ന് ആദ്യമേ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളുടെയും സയൻറ്റിഫിക് അർത്ഥമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നത്. അപ്പോൾ ശരിക്കും ആൽക്കഹോൾ എന്നുള്ള വാക്ക് കടന്നു വന്നത് അറബിക് ഭാഷയിൽ നിന്നാണ്. ഈ വാക്ക് ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെത്തേഡിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ എന്ന് ഉപയോഗിച്ചിരുന്നത്.
നമുക്ക് ഇതിനോടകം മനസ്സിലായി അറബ് ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന വാക്ക് ഇൻവെന്റ് ചെയ്തത്. അവര് മേക്കപ്പ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാക്ക് ആൽക്കഹോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. കാരണം ചൈനയിലും ഈജിപ്തിലും എല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുരാണ കാലഘട്ടങ്ങളിൽ പെർഫ്യൂം പ്രൊഡ്യൂസ് ചെയ്ത് ഇരുന്നത് ഡിസ്റ്റിലറികളിൽ മദ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പിന്നീട് ഈ സ്പിരിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അവര് ഒരു മെഡിസിൻ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. അക്വവിറ്റ എന്നാണ് ഈജിപ്തിൽ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ടർ ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ, അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ വെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാണ് ആൽക്കഹോൾ ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ആളുകളാണ് ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറയേണ്ടി വരും. 2450 C2 2290 BC കണ്ടുപിടിച്ച ഒരു ചിത്രത്തിൽ അവർ ഈ മദ്യം ഉണ്ടാക്കുന്നതായിട്ട് പുരാവസ്തു ഗവേഷകര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ സിവിലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ പുരോഗതിയുടെ പാതയിൽ മനുഷ്യന്മാര് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പിന്നീട് ബിയറായിട്ടും വൈനായിട്ടും ഒക്കെ വന്നത് എന്ന് ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുമാനം അല്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോള് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു 800 BC ഇന്ത്യയിലും ചൈനയിലും ഈ റൈസിൽ നിന്ന് ഈ സ്പിരിറ്റ് ഉണ്ടാക്കി എടുത്തിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. 14ാമത്തെയോ അല്ലെങ്കിൽ 15ാമത്തെയോ സെഞ്ചുറിയിലാണ് ഇറ്റലിയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിലും ഡിസ്റ്റിലറികൾ ഉണ്ടായിരുന്നതായിട്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുകളിൽ ഡിസ്റ്റിലറികൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഡിസ്റ്റിലറി എന്ന വാക്ക് വന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഡിസ്റ്റിലയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിസ്റ്റിലറി വന്നത്. നമുക്കറിയാം, ചില വസ്തുക്കൾ ചൂടാക്കി ഒക്കെയാണ് പിന്നീടാണ് നമ്മളിത് സ്പിരിറ്റാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു പഠന വിഷയത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ വാട്ടർ ചൂടാക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇത് ചൂടാക്കുന്നത് 78 ഡിഗ്രി സെൽഷ്യസിലാണെന്നൊക്കെ പറയുന്നു. അരിസ്റ്റോട്ടില് തൻ്റെ ബുക്കില് ഈ ഡിസ്റ്റിലറിയെ പറ്റി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടങ്ങളില് ഒക്കെ പണ്ട് കാലം മുതലേ ഈ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന മദ്യം ട്രഡീഷണൽ ആയിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളിലൊക്കെ സാൻഡ് പോട്ട് അല്ലെങ്കിൽ മണലുകൊണ്ട് ഉണ്ടാക്കിയ കുടം വെച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഴയ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ഫ്രാൻസിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഈ ഡിസ്റ്റിലറികൾ വരികയും മദ്യത്തിന്റെ വലിയ തോതിലുള്ള ഉൽപാദനം ലോകത്തുണ്ടാവുകയും ചെയ്തു. വ്യാപാര അടിസ്ഥാനത്തിലുള്ള വലിയ ഡിസ്റ്റിലറികൾ പിന്നീട് കണ്ടുപിടിച്ചത് 1826 ഒരു ഐറിഷ് കസ്റ്റംസ് ഓഫീസറായ മിസ്റ്റർ എയനിസ് കോഫി എന്ന് വിളിക്കുന്ന ആളാണ്. അത് 1831 വലിയ തോതിൽ വ്യാപാരാടിസ്ഥാനത്തിൽ ആൽക്കഹോള് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞ്, നമുക്കറിയാം എൻ്റെ വിഷയം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം ആണ്. പക്ഷെ ഈ ആൽക്കഹോൾ എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി? ആൽക്കഹോൾ ഉണ്ടായത് പലപ്പോഴും മെഡിസിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ ഈ പറയുന്ന പോലെ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുവാനൊക്കെ ആയിട്ടാണ് സ്പിരിറ്റ് ആദ്യം ഉണ്ടാക്കിയത്. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന 2 വാക്കുകളാണ് മദ്യാസക്തി ഒരു ഡിസീസാണ് അല്ലെങ്കിൽ ഒരു ഇൽനെസ് ആണ്. എന്താണ് ഈ ഡിസീസും ഇൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഡിസീസിന് ഒരു പത്തോളജിക്കൽ പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ഒരു ലക്ഷണശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആ രോഗത്തിന് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇൽനെസ് അങ്ങനെയല്ല. ഇൽനെസ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ രോഗിയുടെ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ ഒരു ഇതൊന്നും നമ്മൾ ഒരു പക്ഷെ കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ അയാൾക്കത് ഇൽനെസ് ആണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസീസും ഇൽനെസ്സും തമ്മിൽ വളരെ വലിയ ഒരു ഡിഫറൻസ് ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. കൂടുതലും നമുക്ക് ഡിസീസിനേക്കാൾ ഉപരിയായി പലപ്പോഴും ബിൽഡബ്ല്യൂ ഉപയോഗിച്ചിരിക്കുന്ന പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൽനെസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം
ഒരു വ്യക്തമായ രോഗത്തിൻ്റെ ലക്ഷണശാസ്ത്രം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ആൽക്കഹോളിസത്തിൻ്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ ആൽക്കഹോളിസം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെച്ച ചില അനുഭവങ്ങളിലൂടെ ഇതൊരു ഡിസീസാണെന്നോ ഇൽനെസ് ആണെന്നോ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിസീസും ഇൽനെസ്സും ക്ലിയർലി അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരാൾ ഇൽനെസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ തൻ്റെ അനുഭവത്തിലൂടെ ചില രോഗം എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്ക് ചില അസുഖങ്ങൾ, നമ്മൾ മലയാളത്തിൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ്. അപ്പോൾ അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കൊരു രോഗമാണെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പോകുന്ന പോക്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ചില അനുഭവങ്ങളിലൂടെ സംസാരിക്കാം. ആൽക്കഹോളിസത്തെ ഡിസീസ് എന്നതിനുപരിയായി പലപ്പോഴും ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്നോ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ്. എന്താണ് സബ്സ്റ്റൻസ് ആൽക്കഹോളാണ്, കഞ്ചാവാണ്, ഡ്രഗാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ എന്തും അമിതമായിട്ട് ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് ഈ പറയുന്ന അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഡിസോർഡർ എന്നും ഉപയോഗിക്കുന്ന സാധനത്തിന് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോളാണ്. അതുകൊണ്ട് ആൽക്കഹോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കഹോളിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ പൊതുവെ ഡിസീസ് എന്നതിന് പകരം നമ്മൾ പലപ്പോഴും ശാസ്ത്രവശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആയതിൻ്റെ ഗണത്തിലും ആൽക്കഹോളിനെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് കവി അയ്യപ്പൻ്റെ ഒരു കവിതയുണ്ട്, അത് ഫേമസ് ആണ്. അതൊരു ഫേമസ് കവിതയാണ്. കരളു പങ്കിടാൻ കഴിയില്ല എൻ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിതൻ പക്ഷികൾ. പ്രണയിനിക്ക് കൊടുക്കേണ്ട തൻ്റെ കരൾ ലഹരിക്ക് കൊടുത്ത ഒരു കാമുകന്റെ ആത്മരോദനമായിട്ടാണ് കവി അയ്യപ്പൻ ഈ പ്രശസ്തമായ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കരള്, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ ലഹരിക്ക് അടിമയായി, എങ്ങനെ ഒരു ദുശീലം ആയി ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഈ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ നമുക്കറിയാം ഹാബിറ്റ് അല്ലെങ്കിൽ ശീലം. അപ്പോൾ ശീലങ്ങളും ദുശീലങ്ങളും ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശീലം എങ്ങനെ, അല്ലെങ്കിൽ ശീലത്തിൽ തുടരുന്ന ഒരാൾ ദുശീലത്തിലേക്ക് എങ്ങനെ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു ജൈവശാസ്ത്രപരമായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ ഇതൊരു തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ആൽക്കഹോളിസത്തിന് അടിമയായി കഴിയുമ്പോൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ ആദ്യം പറയുന്നത് റീഹാബിറ്റുലൈസേഷൻ എന്നാണ്, അല്ലെ? ഒരു ശീലത്തെ റീഹാബിറ്റ്, അതായത് വീണ്ടും പുനർക്രമീകരിക്കുക, പുനർസംഘടിപ്പിക്കുക, അല്ലെങ്കിൽ പഴയതിൽ നിന്ന് പുതുക്കുക എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ റീഹാബ് എന്നുള്ള വാക്ക് ഉടലെടുത്തിരിക്കുന്നത്. റീഹാബിറ്റുലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അയാൾക്ക് റീഹാബിലിറ്റേഷനിൽ പോകണം, അയാൾ പുനഃസ്ഥാപിക്കുക, അയാളുടെ പഴയ ശീലത്തെ യഥാസ്ഥാനത്താക്കുക, നല്ല നിലയിലാക്കുക, അല്ലെങ്കിൽ അഭിവൃദ്ധിയിലെത്തിക്കുക, അല്ലെങ്കിൽ പൂർവ്വപഥത്തിൽ പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശീലത്തെ പഴയ സ്ഥാനത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നല്ല നിലയിലാക്കുക എന്നുള്ള ഒരുപാട് അർത്ഥങ്ങൾ മലയാളത്തിൽ നമുക്ക് ഈ റീഹാബിറ്റ് എന്ന് പറയുന്ന റീഹാബിറ്റുലൈസേഷൻ എന്ന വാക്കിന് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക, പല്ല് തേക്കുക, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുക, പിന്നീട് അവിടെ ഉണ്ടാകുന്ന ഡ്യൂട്ടി സ്ഥലത്തുണ്ടാകുന്ന കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക, പിന്നീട് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുക, ഇടയ്ക്ക് ഇപ്പോൾ ഇവയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കിട്ടുന്ന സമയങ്ങൾ കയറുക. ഇതൊക്കെ ഒരു ശീലമാണ്. നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ റൊട്ടീനായിട്ടുള്ള ശീലങ്ങളാണ്. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ അവർ പഠിപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ ബാങ്കിൽ പോകുന്നു, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാൾ കോളേജിൽ പോകുന്നു, ഒരു നേഴ്സ് ആണെങ്കിൽ അയാൾ നേഴ്സിംഗിൽ പോകുന്നു. അതൊക്കെ ഒരു നല്ല ശീലങ്ങളാണ്, അല്ലെ? ഒരു ദിനചര്യകളാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതല്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലഹരി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി എന്നുള്ള ശീലത്തെക്കുറിച്ച്, എങ്ങനെയാണ് അതൊരു ദുശീലമായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരിക്കൽ പോലും
ആദ്യം മദ്യം കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ ആദ്യ തവണ മദ്യം കഴിച്ചപ്പോൾ ഒരു നിശ്ചിത അളവിൽ മാത്രമാണ് നമ്മൾ കഴിച്ചത്. ഞാനൊക്കെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് ഒരു ബിയർ മാത്രമാണ് കഴിച്ചത്. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഒരു ബാറിൽ ചെന്നിട്ട് അത് മൊത്തവും കൂടി കിട്ടിയാൽ എനിക്ക് തൃപ്തി പെരുമാറുമെന്ന്, കുടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് തുടങ്ങിയപ്പോൾ എൻ്റെ ശീലം ഒരു ബിയർ കഴിക്കുക അല്ലെങ്കിൽ ഒരു പെഗ് കഴിക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. അപ്പോൾ ഒരാൾ മദ്യം ആദ്യമായിട്ട് കഴിക്കുന്നത് പല ഇടപെടലുകൾ കൊണ്ടാണ്. ഒരുപക്ഷെ തൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ തൻ്റെ കുടിക്കുന്ന ഒരു സ്നേഹിതനോ, എടാ ഒരെണ്ണം കഴിച്ചു നോക്ക്, നല്ലതായിരിക്കും, നിനക്ക് നല്ലൊരു ഉന്മേഷവും ഒക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് നമ്മളിൽ പലരും ആദ്യമായിട്ട് മദ്യം കഴിച്ചത്. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുമ്പോൾ കുടിച്ചിരുന്ന മദ്യം. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചൊരു ശീലം ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം, പിന്നീട് അത് 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, പിന്നീട് അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം, പിന്നെ നിത്യ സംഭവമായി മാറുന്ന ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ ദുശീലമായിട്ട് അത് മാറി തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഈ 1 വർഷത്തിൽ ഒരിക്കൽ കഴിച്ചിരുന്ന, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കഴിച്ചിരുന്ന, 3 മാസം കൂടുമ്പോൾ കഴിച്ചിരുന്ന ഒരളവിലല്ല പിന്നീട് ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ മദ്യത്തിൻ്റെ അളവ് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് മദ്യം കഴിച്ചാൽ നമ്മുടെ അതേ ലഹരി നിലനിർത്താനായിട്ട് കൂടുതൽ കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദുശീലമായിട്ട് ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി വന്ന ആളുടെ പിന്നെ ദിനചര്യകളെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. രാവിലെ എണീറ്റിട്ട് ആരുടെ കൂടെ മദ്യപിക്കണം. അപ്പം ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ആരെ ഇന്ന് വിളിക്കണം, ചിലരെയൊക്കെ ഫോൺ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ഇന്ന ബാറിൽ കാണാമെന്ന് പറയും. അല്ലെങ്കിൽ ആരോടെങ്കിലും പണമില്ലെങ്കിൽ പൈസ ആരോട് കടം മേടിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരുന്ന ഭാഷ ആരെ ഇന്ന് ചാല് വലിക്കണം എന്നാണ്. അപ്പം ആരെയെങ്കിലും ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ജൂനിയർ പിള്ളേരോട് മദ്യം മേടിച്ചുകൊണ്ട് വരാൻ പറയും. ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ പലരെയും ചിലപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ കോളേജിലെ പ്രിൻസിപ്പളിനോട് പറയുന്നു മദ്യം മേടിച്ചു തരണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറോട് പറയും. അങ്ങനെ പല സ്റ്റാഫുകളോടും, അവസാനം ഞാൻ ജോലി ചെയ്തിരുന്ന എൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളോട് പോലും എനിക്ക് മദ്യം മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു തുടങ്ങി. പിന്നീട് ബാറിലൊക്കെ പോയി കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ വീട്ടിൽ കുടിക്കാൻ തുടങ്ങി. പിന്നെ കാറിൽ വെച്ച് കുടിക്കാൻ തുടങ്ങി. കാറിൽ ഒളിച്ചു വെച്ച് കുടിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഒളിച്ചു വെച്ച് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ലഹരി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കുടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, അതായത് അമിതമായിട്ട് ദേഷ്യം വരിക, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ, തലയിലൊരു വലിയ കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥ, അങ്ങനെ ചില വിഡ്രോവലുകൾ സ്വയം അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എപ്പോഴെല്ലാം നിർത്താൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ടായപ്പോഴെല്ലാം, വീണ്ടും അല്ലെങ്കിൽ പിൻവാങ്ങാൻ തുടങ്ങിയപ്പോഴെല്ലാം എൻ്റെ ഈ വിഡ്രോവൽ, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും കൊടുക്കുക എന്നുള്ള ആ ഒരു തോന്നൽ എന്നിൽ സൃഷ്ടിക്കപ്പെടുകയും ഞാൻ വീണ്ടും ലഹരി പദാർത്ഥത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ശീലമായി തുടങ്ങിയ ഒരു വസ്തു ദുശീലമായി എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു ദുശീലത്തിന് അടിമയായിട്ടുള്ള എനിക്ക് എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് അറിയണം. കാരണം നമുക്കറിയാം, നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ വിശകലനം, കാര്യശേഷി, ഇവയെല്ലാം പരിശോധിക്കുന്നത് തലച്ചോറാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയുന്നതും വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നതും തലച്ചോറ് വഴിയാണ്. കാരണം തലച്ചോറാണ് നമ്മൾക്ക് ലോകത്ത് നിന്ന് കിട്ടുന്ന പല ആശയങ്ങളും നമ്മളിലേക്ക് ആഗീരണം ചെയ്യുകയും അത് വെച്ചിട്ട് ചില നിഗമനങ്ങളിൽ എത്തുകയും മുന്നേറാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് തലച്ചോറാണ്. ഇപ്പോൾ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ ദളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിത്തടം. പ്രീ ഫ്രണ്ടൽ ദളമാണ് നമ്മളെ നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ തലച്ചോറിൽ ധാരാളം തന്മാത്രകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്മാത്രയാണ് ഡോപ്പമിൻ. അപ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ഒരു തന്മാത്രയാണ് ഡോപ്പമിൻ. നമുക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന എന്ത് കാര്യം ചെയ്താലും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ തന്മാത്രകൾ ഉണ്ടാകും.
നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നല്ല പാട്ട് കേൾക്കുമ്പോഴോ നന്നായി ഡാൻസ് കളിക്കുമ്പോഴോ നമുക്ക് എന്ത് ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഡോപ്പമിൻ തന്മാത്രകൾ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ മദ്യം കഴിച്ചാലും നമുക്ക് തലച്ചോറിൽ ഉണ്ടാകുന്നതും ഈ ഡോപ്പമിൻ തന്മാത്രകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ പാട്ട് പാടുമ്പോഴോ ഡാൻസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല പുസ്തകം വായിക്കുമ്പോഴോ ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോകുമ്പോൾ പള്ളിപ്പെരുന്നാളിന് പോകുമ്പോൾ ഒക്കെ കിട്ടുന്ന നമുക്കുണ്ടാകുന്ന ഡോപ്പമിൻ്റെ അളവ് 5-10 മാത്രമാണ്. പക്ഷേ സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടുന്നത് 500 മടങ്ങാണ്. എന്നാൽ മദ്യം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് ഡോപ്പമിൻ്റെ അളവ് 1000ആണ്. അപ്പോൾ കഞ്ചാവ് വലിക്കുമ്പോൾ 10,000, കൊക്കൈൻ ഇത് ലക്ഷങ്ങളുമാണെന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് നമുക്ക് പല ലഹരി പദാർത്ഥങ്ങൾ, വീര്യം കൂടിയ പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോടും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുകയും നമ്മൾ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സന്തോഷം മാത്രം ഉണ്ടാക്കുന്ന ഒരു വസ്തുവല്ലേ ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ ഉണ്ടായത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ സത്യം അതല്ല. ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ മറ്റു കോശങ്ങളെ ഡോപ്പമിൻ നശിപ്പിക്കും. ഒരിക്കൽ നമ്മുടെ അത്തരം കോശങ്ങൾ നശിച്ചു പോയാൽ വീണ്ടും പുനർജനിക്കപ്പെടുന്നില്ല അവിടെ. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പം നമ്മുടെ ചിന്തകളെ, നമ്മുടെ അനുമാനങ്ങളെ, നമ്മുടെ പല നിഗമനങ്ങളെ നിയന്ത്രിക്കുന്ന പല കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു വസ്തുവായിട്ട് ലഹരി നമ്മളുടെ ഉള്ളിൽ കടക്കുകയും ഡോപ്പാമിൻ വഴി നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ലഹരി മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ മദ്യം മൂലമുണ്ടാകുന്ന ഡോപ്പാമിനെയാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു 22-25 വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്കാണ് ഈ പ്രീ ഫ്രണ്ടൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ, ഞാനിപ്പോൾ ഇവിടെ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മുടെ ഈ നെറ്റിത്തടത്തിന് ഭാഗത്തിനാണ് ഈ പ്രീ ഫ്രണ്ടൽ ദളം എന്ന് ഉദ്ദേശിക്കുന്ന ആ ഭാഗം പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ ഒരു 25 വയസ്സാകണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് മദ്യം ഉൾപ്പെടെയുള്ള പല ലഹരി വസ്തുക്കളും വാങ്ങുന്ന പ്രായം പല രാജ്യങ്ങളിലും 25 ആയിട്ടൊക്കെ നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രീ ഫ്രണ്ടൽ ദളം വികസിച്ച പൂർണ്ണ വളർച്ചയെത്തിയ ഒരാൾക്ക് മാത്രമേ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഇത്തരം രാജ്യങ്ങൾ ഈ 24-25 വയസ്സായവർക്ക് മാത്രമേ മദ്യം കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പൂർണ്ണ വളർച്ചയെത്താത്ത പ്രീ ഫ്രണ്ടൽ ദളമുള്ള ഒരു വ്യക്തി മദ്യപാനം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 15 വയസ്സിലോ 16 വയസ്സിലോ 18 വയസ്സിലോ മദ്യപാനം തുടങ്ങി കഴിയുമ്പോൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന നിലയിലേക്ക് അവരുടെ ജീവിതം അല്ലെങ്കിൽ ബ്രെയിൻ എത്തും. അപ്പോൾ ഇത്തരം ദുശീലങ്ങൾക്ക് അടിമയായ ഒരാളെ നമ്മൾ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ശീലത്തെ മാറ്റാനായിട്ടുള്ള മരുന്നുകളും ഇത്തരം ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിക്കോട്ടിൻ അല്ലെങ്കിൽ പുകവലിക്ക് അടിമയായിട്ടുള്ളവർക്ക് നമ്മൾ ആദ്യം ആശുപത്രികളിലൊക്കെ അഡ്മിറ്റ് ആക്കുമ്പോൾ കൊടുക്കുന്നത് ചൂയിങ്ങം പോലെയുള്ള അല്ലെങ്കിൽ അധികം നിക്കോട്ടിൻ അടങ്ങിയിട്ടില്ലാത്ത ചില പാച്ചുകൾ ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പം മദ്യപാനത്തിന് അടിമയായ ഒരാളുടെ ചികിത്സയും ആശുപത്രികളിൽ ചെയ്യുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ടാബ്ലറ്റുകൾ കൊടുക്കുന്നതാണ്. മദ്യത്തിന് സമാനമായിട്ടുള്ള രാസ സ്വഭാവമുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് മോശമാണെന്ന് നമ്മളെ അറിയിപ്പിക്കുന്നത് ബ്രെയിനാണ്. ഒരു ഉദാഹരണം പറയാണ്. ഇപ്പം ഞാനിത് ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഞാൻ എൻ്റെ 2 കൈ ഉയർത്തി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതെങ്കിൽ അപ്പം എൻ്റെ തലച്ചോറ് പറയുന്നത് 2 കൈ ഉയർത്തി വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് എൻ്റെ തലച്ചോറാണ് എന്നെ ബോധ്യപ്പെടുത്തുന്നത്. എങ്ങനെ നിന്ന് സംസാരിക്കണം, എങ്ങനെ ആപ്റ്റായിട്ട് ഈ മൈക്കിലൂടെ നിങ്ങളോട് സംസാരിക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ തലച്ചോറാണ്. ബിൽഡബ്ല്യുവിൻ്റെ നമ്മുടെ പാസിറ്റോണില് ബിൽഡബ്ല്യുവിൻ്റെ ചികിത്സയെ പറ്റി പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ബാർബിറ്റുറേറ്റ്സ് അവനെ മയക്കി കിടത്തുവാനും ബെല്ലഡാണ വയറിലെ അസിഡിറ്റി കുറയ്ക്കുവാനും ബിൽഡബ്ല്യുവിന് ടൗൺസ് ഹോസ്പിറ്റലിൽ വെച്ച് മരുന്ന് കൊടുത്തു എന്ന് പാസിറ്റോണിൽ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ആശുപത്രികൾ അവരുടേതായ രീതിയിൽ പല മരുന്നുകളും മദ്യത്തോടും മദ്യപാനത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന വിത്ഡ്രോവലിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഞാൻ ഇത്രയും ഭാഗങ്ങളെല്ലാം പറയാനുള്ള ഒരു കാരണം, നമുക്ക് മദ്യാസക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് മദ്യപാനം എന്ന് പറയുന്ന
നമ്മുടെ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചുറ്റുംപുറം പെട്ടെന്ന് കീഴ്പ്പെടാൻ സാധ്യതയുള്ള ഒരു ലഹരി വസ്തുവാണ് മദ്യാസക്തി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മദ്യം എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഞാൻ തയ്യാറായത്. കാരണം നമ്മൾ ധരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ കഴിക്കുന്ന മദ്യത്തിന്റെ രാസനാമം എത്തനോൾ എന്നാണ്. മദ്യം പല രൂപത്തിൽ നമ്മുടെ നാട്ടിലെല്ലാം ലഭിക്കും. അത് വൈനായിട്ടും ബിയറായിട്ടും വിസ്കി ആയിട്ടും ബ്രാൻഡി ആയിട്ടും പിന്നെ നമ്മുടെ ചാരായമായിട്ടൊക്കെ ലഭിക്കും. പലപ്പോഴും കൊളസ്ട്രോളിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള പല വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മേല് ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ട്. പക്ഷെ എന്തൊക്കെ ആരോഗ്യപരമായിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഓരോ കുപ്പിയിലും എഴുതി വെച്ചിരിക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് തന്നെയാണ്. ഒരു സ്പൂൺ മദ്യം നല്ലതാണ്, അല്ലെങ്കിൽ ഇത്ര മാത്രമാണ് നല്ലത് എന്നുള്ളതല്ല. മദ്യം ഏതളവിലാണെങ്കിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് തന്നെയാണ് ലോകം മുഴുവനുള്ള എല്ലാ മദ്യക്കുപ്പികളിലും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം കാണാൻ ശ്രമിച്ചത് ആൽക്കഹോൾ ഒരു ബ്രെയിൻ ഡിസീസ് ആണ് എന്ന് പറയുന്നതിലേക്കാണ്. ഇപ്പൊ നമുക്കറിയാം സിറോസിസ് ഉള്ള ഒരു 100 പേരിലെടുത്തു കഴിഞ്ഞാൽ 60 പേരും മദ്യം കഴിച്ചിട്ടുള്ള സിറോസിസ് ആണ്. പലരും പറയും അയ്യോ കരൾ രോഗം അല്ലെങ്കിൽ ലിവർ സിറോസിസ് പലർക്കും വരുന്നുണ്ട്, മദ്യം കഴിക്കാത്തവർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശാസ്ത്രലോകം പറയുന്നത് 100 പേരിൽ കരൾ രോഗം വരുമ്പോൾ അതിൽ 60 പേർക്ക് കരൾ രോഗം വരുന്നത് ഈ പറയുന്ന മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ്. അപ്പൊ നമുക്കറിയാം ഒരു 30 ml മദ്യം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് 100 ml 200 ml 1 ലിറ്ററോ വാട്ടർ മിക്സ് ചെയ്താലും നമ്മുടെ അകത്ത് ചെല്ലുന്നത് നമ്മൾ എത്ര ml എടുത്തു അത്ര തന്നെ ആൽക്കഹോൾ അകത്ത് ചെല്ലുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ ആ ദ്രാവകത്തിന്റെ അളവ് കൂടുന്നു എന്നല്ലാതെ മദ്യത്തെ ലയിപ്പിച്ച് കളയുന്ന ഒരു ഉപാധിയല്ല നമ്മൾ വെള്ളം മിക്സ് ചെയ്യുന്നത്. അതിന്റെ പോണ പോക്കില് നമ്മുടെ തൊണ്ടയ്ക്കോ അല്ലെങ്കിൽ കുടലിനൊക്കെ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും വെള്ളം ഉപയോഗിച്ച് കുടിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഏത് രോഗം തിരഞ്ഞെടുത്താലും പ്രമുഖ രോഗമായിട്ട് നമുക്ക് ആൽക്കഹോളിസത്തിനെ കാണേണ്ടി വരും. ലോകം മുഴുവനും ഒരു വർഷം 3 മില്യൺ ആളുകൾ ലഹരി മൂലം മരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. കുടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു, ബിയർ കഴിച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു, ഞാനിപ്പോൾ ബിയർ മാത്രമേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വൈൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. എന്തൊക്കെ തന്നെയായാലും ഏയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബിയർ ആയാലും വൈൻ ആയാലും ചാരായമായാലും ബ്രാൻഡി ആയാലും എല്ലാത്തിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന മദ്യത്തിന്റെ ഏത് തരം മദ്യമാണ് നമ്മൾ കഴിക്കുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് ആൽക്കഹോൾ കണ്ടന്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിപ്പോൾ 30 ml ബ്രാൻഡി കഴിച്ചാലും ജിന്ന് കഴിച്ചാലും അല്ലെങ്കിൽ 250 ml ബിയർ കഴിച്ചാലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 10 ഗ്രാമോളം ആൽക്കഹോളാണ്. അതാണ് ലിവർ, നമ്മുടെ കരള് അപ്പോൾ നിർവീര്യമാക്കുന്നത് കരളാണ്. മദ്യത്തെ നിർവീര്യമാക്കുന്നത് കരളാണ്. അപ്പൊ കരളിന് ഏത് തരം മദ്യമാണ് എൻ്റെ ശരീരത്തിലേക്ക് വരുന്നതെന്ന് നോക്കുന്നില്ല. അത് ബ്രാൻഡി ആയാലും വിസ്കി ആയാലും റം ആയാലും അരാക്കായാലും അതിന്റെ പ്രവർത്തനം കരൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ കരളിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന അത്ര മദ്യമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 30 ml ആണ് ഒരു മണിക്കൂറിൽ ഒരു കരളിനെ നിർവീര്യമാക്കാവുന്നതെങ്കിൽ ഞാനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് 1 ലിറ്ററും 2 ലിറ്ററുമാണ്. അപ്പോൾ കരളിന്റെ പ്രവർത്തനം അമിതമായിട്ട് കരള് പ്രയാസപ്പെടും. ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഒരു ബിയർ കഴിക്കുന്നു, പക്ഷെ ഞാനൊക്കെ മണിക്കൂറുകൾ കൊണ്ട് 2-3 ബിയർ കഴിക്കുന്ന ആളാണ്. അപ്പൊ 750 ml മദ്യം ഞാൻ അറിയാതെ എൻ്റെ കരളിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കരളിന്റെ പ്രവർത്തനങ്ങളും വളരെ പ്രയാസമായിട്ട് മാറുന്നത്. നമുക്ക് ഈ മദ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലെ ആളുകൾ മദ്യം കഴിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഞാൻ മദ്യം കഴിക്കുന്നത് പോലെയല്ല ജപ്പാനിലെ ഒരാൾ മദ്യം കഴിക്കുന്നത്. അവരുടെ ശരീരത്തിൽ ആ മദ്യം ഉണ്ടാക്കുന്ന പ്രക്രിയ, ശാരീരികമായിട്ടുള്ള പ്രക്രിയ പോലും വ്യത്യാസമുണ്ട്. കാരണം മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ എൻസൈം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നതാണ്. അത് പല രാജ്യങ്ങളിലെ ആളുകളിൽ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
പലപ്പോഴും നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞ് കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, 1 2 ഒക്കെ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ നടത്തിയ പഠനങ്ങളിലെല്ലാം 30 ഗ്രാമോ 40 ഗ്രാമോ കുടിക്കുന്ന സോഷ്യൽ ഡ്രിങ്കേഴ്സ് പോലും അപകടത്തിലാണെന്ന് പറയപ്പെടുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കരളിനാണ്. പക്ഷേ അതിലും കൂടുതൽ ബാധിക്കുന്നതാണ് നമ്മുടെ ബ്രെയിന്. ഞാൻ ആദ്യമേ ഒരു 10-20 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ആൽക്കഹോൾ ഒരു ബ്രെയിൻ ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തിയെല്ലാം മദ്യം കഴിച്ച ഒരാൾ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ വീഴുകയും നമ്മുടെ ഡിറ്റർമിനേഷനെ, പലപ്പോഴും നമ്മുടെ ചില തീരുമാനങ്ങളെല്ലാം ബാധിക്കുന്നതോ നമ്മുടെ ഡ്രൈവിങ്ങിനെ. അങ്ങനെയാണ് നമുക്കതൊക്കെ അറിയാം. ഇപ്പം ഇവിടെയൊക്കെ ഡ്രൈവിങ്, അതായത് ആൽക്കഹോൾ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൊലപാതക കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. കാരണം ഈ റെഡ് ലൈറ്റിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാതെ ഓടിക്കാനായിട്ടുള്ള, സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള ഡിറ്റർമിനേഷൻ, ആ തീരുമാനമെടുക്കാനായിട്ടുള്ള ശക്തി തലച്ചോറിൽ നിന്ന് നഷ്ടപ്പെടും. നല്ലവരായ പല ഡോക്ടർമാരും പറയുന്നത് മദ്യം കഴിക്കരുതെന്ന് തന്നെയാണ്. എൻ്റെ അറിവിൽ ആരും ഒരു ഡോക്ടർ മദ്യം കഴിച്ചോളാൻ എന്നോട് പറഞ്ഞിട്ടില്ല. കഴിക്കരുതെന്ന് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ പറയാറുള്ളത്. പക്ഷെ ചില ഡോക്ടർമാർ അങ്ങനെ പറയുന്നുണ്ടെന്ന് കേൾക്കാറുണ്ട്. നിങ്ങളുടെ ഹാർട്ടിന് നല്ലതാണ്, അത് നിങ്ങളുടെ ഓർഗൻസിനെല്ലാം നല്ലതാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ നൂതന കാലത്തെ ഡോക്ടർമാർ പറയുന്നത് നിങ്ങളൊരു 30 ml മദ്യം കഴിച്ചാൽ പോലും എല്ലാ ഓർഗൻസിനെയും അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ബെനിഫിഷ്യറി ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഇതിനേക്കാളും നമുക്ക് മദ്യം കഴിക്കുന്നത് നാശത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. നമ്മുടെ ഈ കരൾ രോഗമൊക്കെ, അല്ലെങ്കിൽ കരൾ വീക്കം, ഫാറ്റി ലിവർ, ഇതെല്ലാവർക്കും വരണമെന്നില്ല. 100 പേര് കഴിച്ചു കഴിഞ്ഞാൽ 10-40 പേർക്കാണ് വരുന്നുള്ളൂ, നിരന്തരമായിട്ടുള്ള കുടികൊണ്ട് വരുന്നുള്ളൂ. ഇതൊന്നും ഇപ്പൊ കണ്ടുപിടിച്ച കാര്യമല്ല. 1939 ഫ്രാൻസ് സെക്കൻഡ് വേൾഡ് വാറില് നമ്മുടെ ഫ്രാൻസിൽ ഒരു റേഷനിങ് സമ്പ്രദായം വന്നു. മദ്യത്തിന് റേഷനിങ് വന്നു. അതായത് റേഷൻ കാർഡ് പോലെയുള്ള ഒരു കാർഡ് പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ മദ്യം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ 5 വർഷം ഫ്രാൻസ് നടത്തിയ ഒരു പഠനത്തിൽ 100 പേര് മദ്യം കഴിക്കുന്നതിൽ 40% ആളുകൾക്ക് കരൾ രോഗം വരുന്നുള്ളൂ. ആ സമയത്ത് റേഷനിങ് മൂലം മദ്യം നിർത്തിയപ്പെട്ട പലർക്കും കരളിൻ്റെ വീണ്ടും ആ രോഗത്തിൽ നിന്ന് അവർ മോചിതരായി എന്ന് ഒരു പഠനത്തിൽ ഫ്രാൻസിൽ തെളിയിക്കപ്പെട്ടു. വേൾഡ് വാർ 2 ഈ ഫ്രാൻസ് നടത്തിയ ഈ പഠനമാണ് എല്ലാവർക്കും മദ്യം കഴിച്ചാൽ അസുഖം വരികയില്ല, എന്നാൽ ചിലർക്ക് ഈ അസുഖം വരുന്നുണ്ട് എന്നുള്ള സത്യം ലോകത്തിന് വെളിപ്പെടുത്തിയത്. നമുക്കറിയാം, ഒരാൾ 50 കിലോ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കരളിന്റെ വെയിറ്റ് 1 കിലോ ആയിരിക്കും. 100 കിലോ ഉള്ള ഒരാൾക്ക് 2 കിലോ ആയിരിക്കും. ഇപ്പോൾ സിറോസിസ്, അല്ലെ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത്രയും ഭാരമുള്ള കരളിന്റെ മുകളിൽ കൊച്ചു കൊച്ചു കുമിളകൾ പോലെ ഒരു മോഡ്യൂൾസ് വരും. അതായത് നമ്മുടെ അരിയാസ് എന്ന് പറയുന്ന ചെറിയ ഉണ്ടകൾ പോലെയുള്ള, അരിയാസ് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ, അതുപോലെയുള്ള മുഴകൾ, അതിന് 5 സെന്റിമീറ്റർ മുതൽ ഉള്ള വളർച്ചയുണ്ടാകും. ഇതിനെയാണ് നമ്മൾ സാധാരണ ലിവർ സിറോസിസ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഓല മേയുന്നത് പോലെ അതിനകത്ത് കുറെ സ്കാറുകൾ, മുറിവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഉൾപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന് സാധാരണ ഡോക്ടർമാർ പറയുക. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചുകൂടിയാണ് എന്ന് ഇവിടെ വെച്ച് പറയാണ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് 5% കൂടുതൽ ഫാറ്റ് ലിവർ സ്റ്റോറേജ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ലിവറിൽ ഒരു നോർമലായിട്ട് 5% സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നില്ല. അതിൽ കൂടുമ്പോഴാണ് നമ്മൾ സാധാരണ ഫാറ്റി ലിവർ എന്ന് പറയുക. എന്തൊക്കെ തന്നെയായാലും ഇത്തരം അസുഖങ്ങൾ, ഫാറ്റി ലിവർ ആയാലും ലിവർ സിറോസിസ് ആയാലും, ഇതൊക്കെ നമ്മുടെ അംഗങ്ങൾ പലരും വന്നിട്ട് പറയുമ്പോഴും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആള് ഫാറ്റി ലിവറിനാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ അസുഖങ്ങൾ നമ്മുടെ ശീലങ്ങളിലൂടെ, അതായത് നടക്കാത്ത ആളാണെങ്കിലും നടക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ആ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ കഴിയും. അപ്പോൾ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിന്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്, ശാസ്ത്രീയ വശം എന്താണ് പറയുന്നത്, എന്താണ് ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നതെന്ന്. അതിനുശേഷം അടുത്ത ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നമുക്ക് ആൽക്കഹോളിസം അനോണിമസ് എന്താണ് ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തെ പറ്റി പറയുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിനെയും കരളിനെയും
പല ഓർഗൻസിനെയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ എക്സസീവ് ഡിസയർ, അതായത് നമ്മുടെ അമിതമായിട്ടുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹത്തെയാണ് ആൽക്കഹോളിസം എന്ന് വിളിക്കുന്നത്. ഇവിടെ നടത്തിയ ഒരു പഠനത്തിൽ, അല്ലെങ്കിൽ കാനഡയിൽ നടത്തിയ ഒരു പഠനത്തിൽ ആൽക്കഹോളാണ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ പഠനത്തിൽ പറയുന്നത് ആൽക്കഹോളിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആളുകളെ കോൺസെൻട്രേഷനിലേക്ക്, അല്ലെങ്കിൽ നന്നായി ശ്രദ്ധിക്കുവാനും അല്ലെങ്കിൽ ഒരു കോർഡിനേഷനിലേക്കൊന്നും എത്തിക്കാതെ വളരെ ബലഹീനമാക്കുന്ന ഒരു വസ്തുവാണ് ആൽക്കഹോള്. അത് ചെറിയ തോതിൽ കഴിച്ചാൽ പോലും ചില ആളുകളിൽ ഈ കാര്യങ്ങൾ കടന്നു വരും. ഒരു 1 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്നൊക്കെ പറയുന്നത് 13.45 ഗ്രാമാണ്. പക്ഷേ ചിലപ്പോഴെല്ലാം ബിയർ, വൈൻ തുടങ്ങിയ വസ്തുക്കളിലെല്ലാം അതിൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ പഠനത്തിൽ ഞാൻ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, അതായത് ഈ ആന്റി സോഷ്യൽ, അതായത് സമൂഹത്തിനെതിരായിട്ടുള്ള പല തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവർ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മദ്യത്തെയാണ്. ഇപ്പൊ ഈ കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ സെക്കൻഡറിയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ മദ്യം ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആക്സിഡൻസ് ഇതെല്ലാം കൂടുതൽ വരുന്നത് മദ്യം ഉപയോഗിച്ചിട്ടാണെന്ന് ആ പഠനത്തിന്റെ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതും മദ്യം ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ കുടി തുടരുക എന്ന് പറയുന്ന ആ പരിപാടി, അല്ലെങ്കിൽ ആ ശീലം ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദുശീലമായി മാറാതിരിക്കുവാനായിട്ടുള്ള പ്രധാന കാര്യം. മദ്യം നമ്മുടെ ന്യൂറോൺസിനെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയും നമ്മുടെ ന്യൂറോൺസിനെ മന്ദീഭവിക്കുകയും അല്ലെങ്കിൽ സെഡേറ്റീവ് അബോധാവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് ഡേറ്റോ സമയമോ, ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ഏതാ ദിവസം, ഇന്ന് ഏതാ സമയം, ഇന്ന് ഏതാ ഡേറ്റ് എന്നൊക്കെ ഏതാ മാസം എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ പോലും വളരെ ബലഹീനമാക്കുന്ന, വികലാംഗത്വം വരുത്തുന്ന രീതിയിൽ ഈ മദ്യം സ്ലോയില് റിയാക്ട് ചെയ്യും. അതുകൂടാതെ അതായത് വളരെ അധികം തോതിൽ നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നമ്മുടെ അനസ്തേഷ്യ, റെസ്പിറേറ്ററി ഫെയിലിയർ, കോമ, മരണം ഇതൊക്കെ സംഭവിക്കുന്നതിന് കാരണമാകും ഈ പറയുന്ന രീതിയിൽ നെർവസ് സിസ്റ്റത്തെ ഇത് ബാധിക്കുമ്പോൾ. ഹൃദയത്തിന്റെ മസിലുകളെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും അങ്ങനെ പല പ്രശ്നങ്ങളും. ഈ അടുത്ത ദിവസം എനിക്ക് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, കൂടി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണങ്ങളായിട്ട് പറയാവുന്നതാണ്. നമ്മൾ ലിവറിനെ പറ്റി കുറെ പറഞ്ഞു. കാരണം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്, ഈ പറയുന്ന ലിവർ സെല്ലുകൾ നശിച്ചു പോകുന്നതെല്ലാം, അല്ലെങ്കിൽ സിറോസിസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഈ പറയുന്ന മദ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം പാൻക്രിയാസിനെ ബാധിക്കും. റിസ്ക് ഓഫ് പാൻക്രിയാസ്, ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. മസിൽസിനെ, അതായത് നമ്മുടെ മസിൽസിനെ വീക്കാക്കും, വളരെ വേദന ഉളവാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മസിൽ പെയിൻസുകൾ വരുത്തുന്ന രീതിയിൽ മദ്യം മാറ്റും. നമ്മുടെ സ്റ്റൊമക്കിന് അല്ലെങ്കിൽ നമ്മുടെ വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമുക്ക് അൾസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും, ഇൻഫ്ലമേഷൻ, ബ്ലീഡിങ് വരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് വയറിൽ നിന്ന് രക്തം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. മദ്യത്തിന്റെ മറ്റൊരു വല്ലാത്തൊരു വിഷയമാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ, നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനെ ഇത് വളരെയധികം ബലഹീനമാക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും സെക്ഷലായിട്ട് കൂടുതൽ ഉത്തേജനം തരുന്നതാണ് മദ്യമെന്നെങ്കിലും, പക്ഷേ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു സെക്ഷൽ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആ പഠനത്തിൽ അവർ പറയുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഫാറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ അല്ലെങ്കിൽ FASD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അവരുടെ മാതാവ് വളരെയധികം കുടിച്ചതുകൊണ്ടാണ് അവർക്കും ആൽക്കഹോളിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മദ്യം നമ്മുടെ ബോണിനെ അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് കാൽസ്യം ഉണ്ടാക്കുന്നതിന് വീക്ക് ചെയ്യും.
അതിന് നമ്മുടെ എല്ലുകൾ മെലിയുകയും ശോഷിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് മദ്യം വരുത്തും. പിന്നെ മദ്യം ഏറ്റവും ബാധിക്കുന്നതാണ് നമ്മുടെ തൊണ്ട. നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ ഈ ലൈനിങ്ങിൽ, അത് ഈസോഫാഗസ് എന്ന് പറയുന്ന നമ്മുടെ തൊണ്ടയിലെ ലൈനുകളെല്ലാം സ്ക്രാച്ച് ഡാമേജ് ചെയ്യും. വോമിറ്റിങ് അല്ലെങ്കിൽ ഹെമറേജിങ്, പെയിൻ ആൻഡ് ഡിഫിക്കൽട്ടി സോളോവിങ്, നമുക്ക് ഭക്ഷണം വിഴുങ്ങുന്നതിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിൽ മദ്യം ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു സാമൂഹിക വശമാണ്. മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹിക വശം നമുക്കറിയാം. പണം കൊണ്ട്, ധാരാളം പണം ഉണ്ടെങ്കിൽ മാത്രമേ മദ്യം കഴിക്കാവുള്ളൂ. ഇവിടേക്കാണെങ്കിൽ ഒരു $30 ഒരാൾ ഒരു ദിവസം വേണമെങ്കിലും അയാൾക്ക് ഒരു $900 ഒരു മാസം വേണ്ടി വരും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ താൻ പണിയുന്ന പണത്തിൻ്റെ മേജർ ഭാഗം അദ്ദേഹം മദ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മദ്യം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വർക്കിൽ ലെസ് എഫക്റ്റ് ആയിരിക്കും നമുക്കുണ്ടാകുക. നമ്മളവിടെ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് നമ്മുടെ വർക്കിനെ നന്നായി ബാധിക്കും. പിന്നെ ധാരാളം ലീഗൽ പ്രോബ്ലങ്ങൾ നമുക്കുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വണ്ടി ഇടിക്കാം, അതിനുശേഷം നമ്മൾ ജയിലിലാകാം, ചിലപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ പല ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ധാരാളം രീതിയിൽ അവനവൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന ഒരു ഇമോഷണൽ എഫക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം. പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഡ്രിങ്ക് സേഫ്ലി ദേ ആർ അറ്റ് ഈസ്. അത് ഡിസീസ് അല്ല, ഈസാണ്. എന്നാൽ ഡ്രിങ്ക് സേഫ്ലി ആയിട്ട് കഴിക്കാൻ പറ്റാത്തവനെയാണ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുക. നമുക്കറിയാം, ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ശാരീരികമായിട്ട് ഇതെങ്ങനെ ബാധിക്കുന്നു, മെന്റൽ അല്ലെങ്കിൽ മാനസികമായിട്ട് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോളാണ്. എത്തനോള് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ആൽക്കഹോൾ അതേ രൂപത്തിൽ അല്ല കഴിയുന്നത്. അത് പലതരം വിഘടിച്ച് ആദ്യമേ അത് അസിറ്റാൽഡെഹൈഡായിട്ടും അതിനുശേഷം ഡയസൈഡിക് ആസിഡായിട്ടും അസറ്റോൺ ആയിട്ടും മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ട് അങ്ങനെ മാറിയതിന് ശേഷം ഈ ആൽക്കഹോളിനെ ജലവും ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറ്റിയാണ് കരള് അത് വിഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ കുടിക്കുന്ന ഒരാൾക്ക് നോർമലായിട്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കർക്ക് പറ്റുന്ന നോർമലായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അയാളുടെ ശരീരത്തെ മദ്യം പ്രവേശിക്കുന്നു, അസറ്റാൽഡെഹൈഡായിട്ടും ഡയസൈഡ് ആസിഡായിട്ടും അസറ്റോണായിട്ട് മാറുന്നു. അതിനുശേഷം അത് വാട്ടർ, ഷുഗർ, കാർബൺ ഡയോക്സൈഡായിട്ട് വേർതിരിയുന്നു. എന്നാൽ ശാരീരികമായിട്ട് മദ്യത്തോട് അലർജിയുള്ള ഒരാൾക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാൾ മദ്യം കഴിക്കുന്നു, അത് അസറ്റാൽഡെഹൈഡ് തന്നെയായിട്ട് മാറുന്നു, ഡൈസൈഡിക് ആസിഡുമായിട്ട് മാറുന്നു. എന്നാൽ 3ാമത്തെ ഘട്ടം എത്തുമ്പോൾ, അസറ്റോൺ എത്തുമ്പോൾ, അയാളുടെ ലെവല് ഒരു ക്രേവിങ്ങിലേക്ക്, വീണ്ടും കുടിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുന്ന ഒരാൾക്ക് നമ്മുടെ ചാർട്ടിൽ, പവർ പോയിന്റിൽ ചാർട്ടിൽ കാണിക്കുന്ന പോലെ, ഒരു ഡ്രിങ്ക് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ക്രേവിങ് ഉണ്ടാവുന്നു. ആ ക്രേവിങ് മൂലമുണ്ടാകുന്ന അസറ്റോൺ എന്ത് ചെയ്യുന്നു? വീണ്ടും 2ാമത്തെ ഡ്രിങ്കിലേക്ക് പ്രേരിപ്പിക്കുന്നു, 3ാമത്തെ ഡ്രിങ്കിലേക്കും 4ാമത്തെ ഡ്രിങ്കിലേക്കും പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അയാൾക്ക് ഒരു കൂടുതൽ മദ്യം വേണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മദ്യം കുടിച്ചുകൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വരികയും, അത് റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്, അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും, അയാൾക്ക് ഗിൽറ്റി ഫീലിംഗ്, റിസെന്റ്മെന്റ്സ് അല്ലെങ്കിൽ നീരസം ഉണ്ടാകുന്നു, സ്വയം സഹതാപം ഉണ്ടാകുന്നു, അയാൾ ഭയത്തിന് അടിമയാകുന്നു. ഇവിടെ ആണ് അദ്ദേഹം മെന്റൽ ഒബ്സഷനിലേക്ക് കടന്ന് ചെല്ലുന്നത്. നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന ഇമോഷനെയൊക്കെ ഒരു തടുത്തു നിർത്താൻ ശ്രമിക്കുമെങ്കിലും 1ഓ 2ഓ കുടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു തടുത്തു നിർത്തലിനെ തടയാൻ പറ്റാതെ ആവുകയും വീണ്ടും കൂടുതൽ കുടിക്കുവാനായിട്ട് നമ്മളെ മനസ്സ് പറയുകയും, അങ്ങനെ നമ്മൾ വിൽ പവറിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒബ്സഷനിലേക്ക് പോവുകയും വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ നമ്മുടെ അന്നേരത്തെ ഉള്ള പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വീണ്ടും കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 1-ാം പടിയോട് ചേർത്ത് വായിക്കുമ്പോൾ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മദ്യം ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ കുടിയിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുക എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും വലിയ പരിഹാര മാർഗമായിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പറയുന്ന ഞാൻ ആദ്യത്തെ പെഗിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ഈ ക്രേവിങ്ങിൽ നിന്നും അലർജിയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് കുടിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് അലർജി ഉണ്ട്. നമുക്ക് കുടിക്കാൻ കഴിയില്ല, നമുക്ക് ഈ മെന്റൽ ഒബ്സഷൻ ഉണ്ട്. എന്നാൽ നടുഭാഗത്ത് വരുമ്പോൾ അവർക്ക് സേഫായിട്ട്, ഡിസീസ് അവസ്ഥയല്ലാത്തവരാണ്, അവർക്ക് സേഫായിട്ട് കുടിക്കാൻ കഴിയും. അവർക്കത് വാട്ടർ, ഷുഗർ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മദ്യത്തെ മാറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകും. അങ്ങനെ ഓരോ കുടിയും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റും, ഈ പറയുന്ന പോലെ റിസെന്റ്മെന്റും, സെൽഫ് പിറ്റിയും, ഫിയറും, അതേ ഭയം, സ്വയം സഹതാപം, നീരസം, മറ്റ് ആളുകളെ പറ്റിയുള്ള കുറ്റം പറച്ചിൽ, ഈ രീതിയിലുള്ള ഗിൽറ്റി ഫീലിംഗ് എന്നൊക്കെ ആയിട്ട് നമ്മളെ വല്ലാതെ വലയ്ക്കും. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. മദ്യം ഒഴിവാക്കുന്ന പ്രതികരണം ലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ എല്ലാ ആളുകളും മദ്യം ഒഴിവാക്കുന്ന പ്രതികരണം ഇഷ്ടപ്പെടുന്നുണ്ട്. മദ്യം അത്രമേൽ കബളിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. ഈ കുറെ കഴിയുമ്പോൾ, മദ്യം കഴിച്ച് കുറെ കഴിയുമ്പോൾ തെറ്റിൽ നിന്ന് ശരി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അമിത മദ്യപാന്മാര് എത്തിച്ചേരുന്നു. അവർക്ക്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു മദ്യാസക്തന്, ഞാൻ എൻ്റെ കുടിക്കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നത് ഇതെല്ലാം സാധാരണയാണ്, എല്ലാവരും സാധാരണ പോലെ കുടിക്കുന്നു, ഞാനും കുടിക്കുന്നു, പണിയെടുക്കുന്നു, കാശുണ്ടാക്കുന്നു, ഞാൻ 2 അടിക്കുന്നു, അതിന് നിനക്കെന്നാ കുഴപ്പമെന്നാണ് എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മദ്യപാന ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ജീവിതമായിരുന്നു. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ മദ്യം കഴിക്കുമ്പോഴെല്ലാം ഞാൻ വീണ്ടും കുടിക്കാനായിട്ട് ഓടിയിരുന്നു എന്നുള്ള സത്യം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്, ഒരു അകത്ത് ചെല്ലുമ്പോൾ അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായി തീർന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ 1-2 പെഗ്ഗൊക്കെ കഴിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു സുഖം, സന്തോഷമൊക്കെ അവസാന കാലഘട്ടങ്ങളിൽ എത്രമാത്രം കഴിച്ചാലും കിട്ടാതെയായി. കുപ്പി തുറന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പശു കാടിവെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഇതിനെയാണ് ശാരീരികമായ ഒരു അലർജി അമിത മദ്യാസക്തനിൽ രൂപപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെഗ് അടിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ കുടിയിൽ നിന്ന് ഒഴിവായി നിൽക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മദ്യം കഴിച്ചതിന് ശേഷമാണ് ക്രേവിങ് വരുന്നത്. മദ്യം കുടിക്കാനുള്ള ആഗ്രഹം വരുന്നുണ്ട് എങ്കിലും അതൊരു ആസക്തിയായി മാറുന്നത് എൻ്റെ ഉള്ളില് മദ്യം ആദ്യ പെഗ് ചെന്ന് കഴിയുമ്പോഴാണ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവർ കുടിക്കുന്നത് പോലെ വളരെ നന്നായി എനിക്ക് കുടിക്കാൻ സാധിക്കും, ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കില്ല, ആരുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എനിക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു മോഹം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തുകയും ഞാൻ ആ മോഹത്തിന് കീഴ്പ്പെട്ടു പോവുകയും ഒരു അത്യാസക്തി എന്ന പ്രതിഭാസം എന്നിലുണ്ടാവുകയും അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ കുടിച്ചു കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനെ ആണ് മെൻ്റൽ ഒബ്സഷൻ, അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടുള്ള ഒരു നിർബന്ധം എന്നമായിട്ട് മാറുന്നു. അപ്പോൾ ഫിസിക്കൽ ക്രേവിങ്ങും മെൻ്റൽ ഒബ്സഷനും വരുന്നത് ആൽക്കഹോളിസത്തിൻ്റെ ഒരു ഭാഗമാണ്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ 1956 ആൽക്കഹോളിസം ഒരു ഡിസീസായിട്ട് കണ്ടുപിടിച്ചതെങ്കിൽ അഡിക്ഷൻ ഒരു ഡിസീസാണെന്ന് 1987 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന് ഡിറ്റർമിൻ ചെയ്തത്. നമ്മുടെ മാനസിക രോഗത്തിനുള്ള സംഘടനയായ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ
DSM-5 എന്ന നമ്പറിൽ ഈ മദ്യാസക്തിയെ ഒരു രോഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ICD-10 ഈ പറയുന്ന ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിംപ്റ്റംസ് എന്ന് പറയുന്ന നമ്മുടെ മദ്യാസക്തിയെ രോഗമായിട്ട് വൈദ്യശാസ്ത്രവും രോഗമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രോഗത്തിൻ്റെ പല രോഗങ്ങൾക്കും പല നമ്പറുകളിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ICD-10 എന്നത് മദ്യാസക്തിയെക്കുറിച്ച് പറയുന്ന രോഗത്തിൻ്റെ നമ്പറുകളാണെന്ന് നമുക്ക് കണ്ടെത്താം. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു ആൽക്കഹോളിക്കിന് അല്ലെങ്കിൽ ഒരു മദ്യാസക്തനാണ് അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നിലയിൽ ഇത് ബാധിക്കുന്നുള്ളൂ. ഒരു സോഷ്യൽ ഡ്രിങ്കറിന് അല്ലെങ്കിൽ ഒരു നോൺ ആൽക്കഹോളിക്കിന് മദ്യാസക്ത എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നില്ല. ബിഗ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ജോൺ ചാർലി എന്ന് പറയുന്ന AA മെമ്പേഴ്സ് അതൊരു ചാർട്ട് രൂപത്തിലാക്കിയതാണ് നമ്മൾ ഈ പവർ പോയിൻറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആൽക്കഹോളിക്കിന് എങ്ങനെയാണ് ക്രേവിങ്ങും അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കൽ അലർജി, മെൻ്റൽ ഒബ്സഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ആ ചാർട്ടിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 10 ആളുകൾ കുടിക്കാൻ പോവുകയാണെങ്കിൽ 9 ആളുകളും സേഫായിട്ട് കുടിക്കും. പക്ഷേ ഒരാൾക്ക് മാത്രം സേഫായിട്ട് കുടിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ സേഫ്ലി ഡ്രിങ്ക് ചെയ്യാവുന്ന 9 ആൽക്കഹോളിക്കിനെ നമ്മൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ് എന്നും അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് എന്നും, സേഫായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരാളെ നമ്മൾ ആൽക്കഹോളിക് അല്ലെങ്കിൽ മദ്യാസക്തൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകന്, എൻ്റെ 3ാമത്തെ കുട്ടിക്ക് മുട്ട കഴിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചുവന്ന് തടിച്ച പോലെ പാടുവരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മുട്ടയുടെ അലർജിയാണെന്ന്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, ചിലർക്ക് കടല, ചിലർക്ക് മീൻ, ചിലർക്ക് പുളി രസമുള്ള നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ കുടിയന്മാരും, അപ്പം ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരും കുടിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല, നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കുടിക്കണേ എന്ന്. അതല്ല സത്യം. എൻ്റെ കൂട്ടുകാർക്ക് മിതമായിട്ട് കുടിക്കാനറിയാം. അവന് ഈ ക്രേവിങ് ഉണ്ടാവുന്നില്ല, അവന് ശാരീരികമായ അലർജി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഷിബുവിനെ പോലുള്ള മദ്യാസക്തൻ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മദ്യവുമായിട്ട് കൈകാര്യം ചെയ്യാൻ. കാരണം മദ്യം അതിശക്തനാണ്, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, സൂത്രശാലിയാണ്. അപ്പോൾ അത് കണ്ണിങ്, പവർഫുൾ ആൻഡ് ബഫിളിങ്. അപ്പോൾ അത്ര ശക്തനാണ് മദ്യം. അപ്പോൾ മദ്യത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ഡിസീസ് കോൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം എന്ന് പറയുന്ന ഈ ഒരു വിഷയം നമ്മൾ ചിന്തകളിലേക്ക് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഡിസീസായി മാറുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോർമൽ ഡ്രിങ്കേഴ്സിന് ഫിനോമിനോൺ ഓഫ് ക്രേവിങ് അല്ലെങ്കിൽ ക്രേവിങ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നില്ല. അബ്നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ക്രേവിങ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. പിന്നെ അലർജിക് ടൈപ്പായിട്ടുള്ള ആളുകൾ, അതായത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നുന്ന ആളുകൾക്ക് എനി ഫോം ഓഫ് ആൽക്കഹോൾ, അതായത് മദ്യത്തിൻ്റെ ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ ചിലർ പറയും ബിയർ മാത്രമേ കുടിക്കുന്നുള്ളൂ, വൈനോ കുടിക്കുന്നുള്ളൂ, ബ്രാൻഡി കുടിക്കുന്നുള്ളൂ, ചാരായ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എനി ഫോം ഓഫ് ആൽക്കഹോൾ അവരുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ക്രേവിങ്ങും ഈ പറയുന്ന ശാരീരിക അലർജിയും ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ ഡോക്ടർ സിൽക്ക്വർത്ത് വിളിക്കുന്നത് ഇവരെല്ലാം ഒരു വർഗ്ഗമാണെന്നാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരു പൊതു സ്വഭാവത്തിലുള്ള ആളുകളാണ്. നമ്മുടെ മൈൻഡാണേലും ബോഡി ആണെങ്കിലും, ബോഡിയിൽ വരുന്ന അലർജി ആണെങ്കിലും മൈൻഡിൽ വരുന്ന ക്രേവിങ് എല്ലാം പൊതുവേ ഒന്നാണ്. ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ മദ്യാസക്തൻ എന്ന വാക്ക് 24 തവണയും, ക്രേവിങ് അല്ലെങ്കിൽ ആസക്തി എന്ന വാക്ക് 7 തവണയും, അലർജി എന്ന വാക്ക് 3 തവണയും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ, എനിക്കിതുപോലെ കഴിയാൻ പറ്റില്ല, എനിക്കിത് നിർത്തണം, പക്ഷേ എനിക്കിതിന് കഴിയുന്നില്ല, അങ്ങ് എന്നെ സഹായിക്കണമെന്ന് അനേകം ആളുകൾ ഡോക്ടർ സിൽക്ക്വർത്തിൻ്റെ അടുത്ത് കൊഞ്ചിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഡോക്ടർമാർ പോലും ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അയാൾ പൂർണ്ണമായിട്ട് സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ അമിത മദ്യാസക്തനെ സഹായിക്കാവുന്നതിനുള്ള തൻ്റെ അപര്യാപ്തത ബോധ്യപ്പെടും. അയാളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അയാളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അത് സഹായിക്കാൻ തികയാതെ വരികയും മനുഷ്യശക്തിക്ക് അതീതമായ എന്തോന്ന് ഒരു മാനസിക വ്യതിയാനത്തിന് ആവശ്യമാണ് എന്ന് കാണുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് പറയുന്നത് വിൽ പവറിലൂടെ മദ്യാസക്തി നിർത്താൻ ശ്രമിക്കുന്നവരെ പറ്റിയാണ്. ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്നത് മദ്യപാനാസക്തി മനോനിയന്ത്രണത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതുന്നവരോട് എനിക്ക് യോജിപ്പില്ല എന്നാണ്.
അപ്പോൾ വിൽ പവർ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒന്നല്ല മദ്യാസക്തി. കാരണം ചില ആളുകളുണ്ട് ഒരു നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കേണ്ട ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളോ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാസങ്ങളോടോ ആഴ്ചകളോടോ ഒക്കെ ആ ജോലിയിലും ആ കാര്യത്തിനും വ്യാപൃതരായി കൂടി നിർത്തും. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു മദ്യത്തോടുള്ള അമിതാസക്തി എന്ന പ്രതിഭാസം അവരിൽ വരികയും അവർ വീണ്ടും മദ്യപിക്കുന്നുവെങ്കിൽ മദ്യത്തോടുള്ള ഒരു ആസക്തി അല്ലെങ്കിൽ ഈ ക്രേവിങ് കൂടുതൽ വരികയും അവരുടെ ആ പ്രധാന സംഗതികളെല്ലാം അവസാനിപ്പിക്കുകയും അവർ കുടിയിലേക്ക് തിരികുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ പ്രശ്നങ്ങളുടെ എന്നുള്ള രക്ഷപ്പെടലിന് വേണ്ടിയല്ല കുടിക്കുന്നത്. അവരുടെ മാനസികമായിട്ടുള്ള നിയന്ത്രണത്തിനും അതീതമായ ഒരു ആർത്തി അല്ലെങ്കിൽ ക്രേവിങ് അതിനെ അതിജീവിക്കുവാനായിട്ടാണ് അവർ കുടിക്കുന്നത്. സിൽക്ക്വർത്ത് പറയുന്നത് ഇത്തരം അമിത മദ്യാസക്തിയുള്ള ആളുകൾ ഈ അത്യാസക്തിയിൽ എന്ന പ്രതിഭാസത്തിൽ പെട്ടു കഴിയുമ്പോൾ അവരിൽ പല രീതിയിലുള്ള സ്ഥിതിഗതികൾ സൃഷ്ടിക്കപ്പെടും. ചിലപ്പോൾ അവർ ചെറുത്ത് നിൽക്കാൻ പറ്റാതെ പൊരുതാൻ പറ്റാതെ മരണത്തിന് അല്ലെങ്കിൽ സർവനാശത്തിന് അവർ കാരണമാകും. അങ്ങനെയാണ് നമ്മൾ പല ആത്മഹത്യകളും മരണമൊക്കെ വാഹനാപകടങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ സിൽക്ക്വർത്ത് പറയുകയാണ് മദ്യാസക്തരെ ഇങ്ങനെ പല രീതിയിൽ തരംതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അദ്ദേഹം പ്രധാനപ്പെട്ട 2-3 സെക്ഷനിൽ ആയിട്ട് അവരെ തിരിക്കുകയാണ്. അതിനകത്ത് ആദ്യത്തെ ആളുകളാണ് വൈകാരികമായ സമതുലനാവസ്ഥ നഷ്ടപ്പെട്ട ഭ്രാന്തമായിട്ട് അവസ്ഥയിലെത്തിയ ചിത്തരോഗികൾ. അവരെ സംബന്ധിച്ചിടത്തോളം കുടി നിർത്തൽ ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കും. തുടർന്നും അവരറിയാതെ കൂട്ടി തുടർന്നുകൊണ്ട് പോകും. അത്യധികം പശ്ചാത്താപമുള്ളവരാണെങ്കിൽ പോലും അവർക്ക് പ്രതിജ്ഞകൾ എടുക്കും, പക്ഷേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അമിത മദ്യാസക്തരായി അല്ലെങ്കിൽ മാനസിക രോഗികളായിട്ട് അവർ തുടരും. ചില ആളുകൾ ഞാൻ മദ്യാസക്തനല്ല, അങ്ങനെ എനിക്ക് കുടി ഒരു പ്രശ്നമല്ല എന്ന് സമ്മതിക്കാൻ വിഷമിക്കുന്നവരുണ്ട്. അവർ പല രീതിയിലും കുടി ആസൂത്രണം ചെയ്യും. മദ്യത്തിൻ്റെ തരം മാറ്റി നോക്കും. ബീർ കുടിക്കും, വൈൻ കുടിക്കും, ബ്രാൻഡി കുടിക്കും. കുടിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റി നോക്കും. കുറേ കാലം കുടിക്കാതെ ഇരുന്നതിന് ശേഷം അപകടം കൂടാതെ കുടിക്കാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ പീപ്പിൾ, പ്ലേസ് ആൻഡ് തിങ്സ്, ആളുകളെ മാറ്റി നോക്കും, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ മാറി നോക്കും, സാഹചര്യങ്ങൾ മാറി നോക്കും, ജോലി മാറി നോക്കും. ഇവിടെ ഒന്നും ആത്യന്തികമായി നമ്മൾ മാറാതെ, അപ്പോൾ ഞാൻ സൊല്യൂഷനിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ മാറേണ്ടത് നമ്മളാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം. അല്ലെങ്കിൽ നമ്മൾ വിഷാദ രോഗികളായിട്ട് നമ്മുടെ സ്നേഹിതന്മാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒന്നും വേണ്ടാത്ത ഒരാളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. സിൽക്ക്വർത്ത് പറയുന്നത് മദ്യാസക്തരായ ആളുകൾക്ക് ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ കുടിക്കുവാൻ സാധിക്കില്ല. അവർ കുടിച്ചു തുടങ്ങിയാൽ അവർ ഈ പ്രതിഭാസത്തിൽ പെട്ടുപോകും. അങ്ങനെ ശാരീരികമായി അലർജി ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഒരു പ്രത്യേകതരം സൃഷ്ടികളായിട്ട് സിൽക്ക്വർത്ത് വിവരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആർത്തി എന്ന പ്രതിഭാസം വരുന്ന തരത്തിലാണ്. അപ്പോൾ നമുക്ക് ശാരീരികമായ അലർജിയും മാനസികമായ ഈ ഒബ്സഷൻ അല്ലെങ്കിൽ കുടിക്കണമെന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നവരായതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നമ്മൾക്ക് ഉള്ള ഏക പരിഹാരം. ആ ഏക പരിഹാരത്തിനായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിൽക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിച്ചേരുന്ന നമ്മൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഒരു 3-fold ഡിസീസാണ് ആൽക്കഹോളിസം എന്ന്. അതായത് നമ്മുടെ ദ ബോഡി, ദ മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ്, അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഡിസീസാണ് ആൽക്കഹോളിസം എന്ന ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ മെൻ്റൽ ഒബ്സഷനെ കുറിച്ചും ശാരീരികമായ അലർജിയെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയപരമായിട്ടുള്ള ചിന്തകളെ കൂടെ കടന്നു പോകുമ്പോൾ എയുടെ ഉള്ളിലെത്തുമ്പോൾ നമ്മൾ ഒരു ആൽക്കഹോളിക് ലൈഫ് അല്ലെങ്കിൽ ജീവിതം നയിച്ചിരുന്നത് ശരിക്കും ഒരു സ്പിരിച്വൽ മാലഡിയുടെ കുറവ് കൊണ്ടുണ്ടായ പ്രശ്നമായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം റിസെൻമെൻറ്റ്സ്, നീരസം, അത് നമ്പർ 1 ഒഫൻഡറാണ് എന്ന് ബുക്കിൽ പറയുന്നുണ്ട്. അത് മറ്റെന്തിനേക്കാളും ആൽക്കഹോളിക്കിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ
ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു രോഗത്തിനു കൂടി മദ്യാസക്തർ അടിമകളായതുകൊണ്ടാണ് അവർ ആൽക്കഹോളിക്കിൽ അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഡിസീസിൽ തുടരുന്നത്. അതുകൊണ്ട് ഈ സ്പിരിച്വൽ ഡിസീസ് എന്ന് പറയുന്നത് ഇത്തരം ധാർമ്മികമായിട്ടുള്ള അധപതനത്തിൽ നിന്ന് ധാർമ്മികമായിട്ടുള്ള ഒരു പുനർക്രമീകരണത്തിലേക്ക് ഒരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള ഒരു പുനർക്രമീകരണത്തിലേക്ക് ഒരു മദ്യാസക്തൻ വരുന്നതിന് മുറയ്ക്കാണ് ആൽക്കഹോളിസം എന്ന് പറയുന്ന ആ സിക്നസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൽനെസ്സിൽ നിന്ന് അയാൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഒരു ആൽക്കഹോളിക്കിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള അസുഖമായിട്ട് ഇതിനെ ആൽക്കഹോളിസത്തെ പറ്റി സംസാരിക്കുന്നത്. മലയാളം ബിഗ് ബുക്കിൽ പേജ് 63 പറയുന്നുണ്ട്, എല്ലാ ആത്മീയ വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് അമിത മദ്യപാന രോഗികളെ ഏറ്റതിനേക്കാൾ കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളുടെയും ആരംഭം അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം രോഗമുള്ളവരായിരുന്നില്ല, മറിച്ച് ആത്മീയമായ രോഗബാധയുള്ളവർ കൂടിയായിരുന്നു. ശാരീരികമായ ദുരിതം തരണം ചെയ്തപ്പോൾ നാം മാനസികമായും ശാരീരികമായും തളരുന്നു. വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ഒരു കടലാസിൽ എഴുതുന്നു. ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മളുടെ ആത്മീയ രോഗത്തെക്കുറിച്ച് ബിഗ് ബുക്കിൽ നിഷ്കർഷിക്കുന്നുണ്ട്.